കുറ്റിപ്പുറം ഹണി ട്രാപ്പ് യുവാവിൽ നിന്ന് തട്ടിയെടുത്ത പണം പ്രതികൾ നാട്ടിലേക്ക് അയച്ചതായി പോലീസ്. പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്നാണ് പണം അയച്ചതെന്ന് തെളിവ് ലഭിച്ചത്. എടപ്പാൾ സ്വദേശിയായ യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി 10 ലക്ഷത്തോളം രൂപയാണ് അസം സ്വദേശി യാസ്മിൻ ആലം തട്ടിയെടുത്തത്. കുറ്റിപ്പുറം ഹണി ട്രാപ്പിലൂടെ യുവാവിൽ നിന്ന് തട്ടിയെടുത്ത പണം പ്രതികളായ അസം സ്വദേശികൾ നാട്ടിലേക്ക് അയച്ചതായി പോലീസ് കണ്ടെത്തി. എടപ്പാൾ സ്വദേശിയായ യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി 10 ലക്ഷത്തോളം രൂപയാണ് അസം സ്വദേശി യാസ്മിൻ ആലം തട്ടിയെടുത്തത്. ഈ തുക യാസ്മിൻ ആലമിന്റെ മാതാവിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായാണ് കുറ്റിപ്പുറം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ യാസ്മിൻ ആലമിന്റെയും ഖദീജ ഖാത്തൂന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചിരുന്നു. ഇതോടെയാണ് കേസിലെ 1-ാം പ്രതിയായ യാസ്മിൻ ആലം നാട്ടിലേക്ക് പണം അയച്ചതായി തെളിഞ്ഞത്. കഴിഞ്ഞ ദിവസം പിടിയിലായ 2-അംഗ സംഘത്തിന്റെ കീഴിൽ കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേസിൽ യാസ്മിൻ ആലമിനെ തിരൂർ സബ് ജയിലിലും ഖദീജ ഖാത്തൂനെ മഞ്ചേരി വനിതാ ജയിലിലുമാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മൊബൈൽ റിപ്പയറിംഗിനായി എടപ്പാളെത്തിയ യാസ്മിൻ ആലം യുവാവുമായി സൗഹൃദം സ്ഥാപിച്ചാണ് ഹണി ട്രാപ്പ് ഒരുക്കിയത്. കേരള വിഷൻ, കുറ്റിപ്പുറം.